ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായം 23-ാം വാക്യം. നിങ്ങൾ ഭൂമി എന്നേക്കുമായി വിൽക്കരുത്, എന്തെന്നാൽ ഭൂമി എൻ്റേതാണ്, നിങ്ങൾ പരദേശികളും കുടികിടപ്പുകാരുമാണ്. നമ്മളൊക്കെ സൂക്ഷിപ്പുകാരാണെന്ന അടിസ്ഥാന ബോധത്തിലായിരിക്കണം ഈ ദിവസത്തെ ധ്യാനിച്ചെടുക്കേണ്ടത്. ഇന്ന് സകല മരിച്ച വിശ്വാസികളുടെ ദിനമാണ്. നമ്മുടെ വേർപിരിഞ്ഞു പോയവരെ മാത്രം ഓർക്കാനായിട്ടല്ല, നമ്മുടെ തന്നെ ജീവിതത്തെ കൂടി ധ്യാനിക്കാനായിട്ടുള്ള ഒരു ദിവസം. അർത്ഥപൂർണമായൊരു ജീവിതമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. വന്നവർ മടങ്ങിപ്പോകുമ്പോൾ എന്ത് നന്മയാണ് അവശേഷിപ്പിച്ചത്? ക്രിസ്തുവിൻ്റെ മരണത്തെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം അവൻ തല ചായ്ച്ച് തൻ്റെ പ്രാണനെ സമർപ്പിച്ചു. അനന്തരം എന്ന വാക്കിൻ്റെ ഒരർത്ഥതലം അപരനു വേണ്ടി ജീവിച്ചതിന് അനന്തരമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപരനു വേണ്ടി ജീവിക്കുക എന്നത് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കും. ക്രിസ്തു തൻ്റെ 33-ാം വയസ്സിൽ ഗത്സമനിൽ ഒലിവ് മരങ്ങൾക്കിടയിലിരുന്ന് തൻ്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതവും വളരെ ഹ്രസ്വമാണ്. അന്ത്യദിനത്തിൽ നിത്യനായ കൃഷിക്കാരൻ കളയും വിളയും വേർതിരിക്കുന്ന ആ ദിവസത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടായിരിക്കാനായിട്ട് നമുക്ക് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാം. സൽകൃത്യങ്ങൾ ചെയ്തു തുടങ്ങാം. ദൈവത്തിൻ്റെ ശേഖരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നവരുടെ ഒപ്പം നമ്മളും ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.